മുത്തുമണീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ചേമ്പും താളും ഓമക്കായും കൂടിയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. വീട്ടിൽ ചേമ്പും താൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കും. ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓമക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ചേമ്പുംതാള്, ചേമ്പുംതണ്ട് എന്നൊക്കെ പറയും, അതാണ്. പിന്നെ ചുവന്ന മുളക് വേണം, കടുക് വേണം, കറിവേപ്പില, ചെറിയ ജീരകം, വെള്ള കാന്താരി മുളക് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ഉള്ളി, ഒരു പോണ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ, ഇതെല്ലാം അരക്കാനുള്ളതാണ് കേട്ടോ. തേങ്ങ, ഒരു കപ്പ് തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ കുക്കറിൽ ചേമ്പുംതാളും ഓമക്കായും മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് തേങ്ങ, കറിവേപ്പില, ചെറിയ ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ വെള്ള കാന്താരി മുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ച് വെക്കാം. കുക്കറിൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുള്ളത് അത് നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് ചേർക്കട്ടോ. ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൽ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ചുവന്ന മുളക് ഇട്ടിട്ടുണ്ട്. ചുവന്ന മുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ തേങ്ങയുടെ ആ കൂട്ട് ചേർത്ത് കൊടുക്കട്ടോ. തേങ്ങയുടെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആ വേവിച്ച് വെച്ചിട്ടുള്ള ചേമ്പുംതാളുണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് എല്ലാം സെറ്റ് ആവുന്ന രീതിയിൽ ഒന്ന് മൂടി വെച്ച് ഒരു 3-4 മിനിറ്റ് അത്രയും സമയം മതി കേട്ടോ. ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ചേമ്പുംതാൾ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.